തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വർഗീയ ശക്തികളുമായി യാതൊരു തരത്തിലുമുള്ള ധാരണയോ നീക്കുപോക്കുകളോ നടത്താൻ പാടില്ല എന്നുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നിലപാടാണ്. ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് പാർട്ടി കേരളത്തിലെമ്പാടും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് ശേഷം പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിലും സമാനമായ രീതിയിൽ BJPയുമായോ അതുപോലുള്ള വർഗീയ കക്ഷികളുമായോ യാതൊരു തരത്തിലുമുള്ള നീക്കുപോക്കുകൾ പാടില്ല എന്ന് KPCC വളരെ കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ മറ്റത്തൂർ പഞ്ചായത്തിൽ ഉണ്ടായ വിഷയം നമ്മുടെ ശ്രദ്ധയിൽ വന്നു. അത് വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് KPCC അതിനെ നോക്കിക്കണ്ടത്. ആ വിഷയം KPCCയുടെ ശ്രദ്ധയിൽ വന്നപ്പോൾ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ബന്ധപ്പെട്ട കക്ഷികളുമായി സംസാരിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരുമായിട്ട് സംസാരിക്കുകയും അവർ ഉന്നയിച്ച വിഷയങ്ങൾ നമ്മൾ കൃത്യമായി പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ചില പ്രചരണങ്ങളുണ്ടായി. ഒന്ന്, അവിടെ ആദ്യം വന്ന പ്രചരണം കോൺഗ്രസിൻ്റെ അംഗങ്ങൾ BJPയിൽ പോയി എന്ന നിലയിലുള്ള പ്രചരണങ്ങളുണ്ടായി. എന്നാൽ കോൺഗ്രസിൻ്റെ അംഗങ്ങളാരും BJPയിൽ പോവുകയോ BJPയിൽ ചേർന്നിട്ടോ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. ഈ മെമ്പർമാർ തന്നെ, വിജയിച്ചു വന്ന മറ്റത്തൂരിലെ കോൺഗ്രസിൻ്റെ മെമ്പർമാർ തന്നെ വളരെ കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട്. അവരാരും BJPയിലേക്ക് പോയിട്ടില്ല എന്നുള്ളത്. മറിച്ച് അവിടെ സംഭവിച്ചത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക്, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥിക്കും BJPയുടെ അംഗങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരു കാഴ്ച അവിടെ കാണുകയുണ്ടായി. നമ്മൾ അതൊരു കാരണവശാലും അതിനോട് പാർട്ടി എന്ന നിലയിൽ യോജിക്കുന്നില്ല. കോൺഗ്രസിൻ്റെ നിലപാടിന് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് മറ്റത്തൂരിനെ സംബന്ധിച്ചിടത്തോളം BJPയുടെ വോട്ട് നേടി വിജയിച്ച ആളുകൾ കോൺഗ്രസിൻ്റെ ഭാഗമായി ആ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ നിലപാടിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഈ സ്ഥാനങ്ങളിലേക്ക് വിജയിച്ച ആളുകൾ, പ്രത്യേകിച്ച് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ വിജയിച്ച ആളുകൾ ആ സ്ഥാനം ഒഴിയണം എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെ നിലപാട്. അത് നമ്മൾ കൃത്യമായി അവരെ അറിയിച്ചിട്ടുണ്ട്. അവർ ഏതെങ്കിലും തരത്തിൽ അത് ഒഴിയാൻ തയ്യാറാവാത്ത പക്ഷം അവർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് തുടർ നടപടികൾ സ്വീകരിക്കുവാനും പാർട്ടി അക്കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമാണ്. കാരണം ഒരു തരത്തിലും BJPയുമായിട്ടുള്ള യാതൊരു കൂട്ടുകെട്ടോ നീക്കുപോക്കുകളോ KPCC അംഗീകരിക്കുന്നില്ല. കോൺഗ്രസിൻ്റെ നിലപാടിന് വിരുദ്ധമായിട്ടുള്ളതാണ്. അതുകൊണ്ട് അവർ ആ സ്ഥാനങ്ങൾ ഒഴിഞ്ഞ് രാജിവെച്ച് പോകണം എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. അവർ സ്ഥാനം രാജിവെക്കുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് അപ്പോൾ തന്നെ രാജിവെക്കുമെന്നുള്ള നിലയിലാണ് അറിയിച്ചിരിക്കുന്നത്. നമ്മൾ ആരെങ്കിലും, അതാണ് ഞാൻ പറഞ്ഞത്, പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജിവെക്കണം എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. അവർ ആരെങ്കിലും രാജിവെക്കാത്ത പക്ഷം അവർക്കെതിരെ അവിശ്വാസ പ്രമേയം ഉൾപ്പെടെ കൊണ്ടുവരാനായിട്ട് കോൺഗ്രസിൻ്റെ അംഗങ്ങൾ തയ്യാറാവും. ആ നിലയിലാണ് അത്. കാരണം അതാണ് പാർട്ടിയുടെ നിലപാട്. അങ്ങനെയില്ല. അതിനകത്ത് DCCക്കും KPCCക്കും ഒന്നും വ്യത്യസ്തമായിട്ടുള്ള നിലപാടില്ല. KPCC എടുത്ത നിലപാട് തന്നെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും കൈക്കൊണ്ടിട്ടുള്ളത്. DCC പ്രസിഡന്റ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ KPCCയും പറഞ്ഞിട്ടുണ്ട്. BJPയുമായിട്ടുള്ള ഒരു തരത്തിലുള്ള നീക്കുപോക്കുകൾ അംഗീകരിക്കാൻ പാർട്ടിക്ക് കഴിയില്ല. ആ നിലപാടാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആ വിഷയം ഒരു പരാതി എന്ന ഒരു പാർട്ടി എന്ന നിലയിൽ KPCCയുടെ മുമ്പിൽ ഒരു വിഷയം വന്നു, ഒരു പരാതി വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും അതിനെ സംബന്ധിച്ച് പരിശോധിക്കുവാനായിട്ട് KPCC പ്രസിഡന്റ് എന്നോട് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരുമായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ്. രണ്ടുപേരും രാജിവെക്കണം എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. അതാണ് ഞാൻ പറഞ്ഞത്. അവർ ആരെങ്കിലും അതിനകത്ത് വൈസ് പ്രസിഡന്റ് കോൺഗ്രസ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ആളാണ്. എന്നാൽ പ്രസിഡന്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച ആളാണ്. അപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച ആളുടെ കാര്യത്തിൽ പാർട്ടിക്ക് വിപ്പ് നൽകുന്നതിന് സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളുണ്ട്. വൈസ് പ്രസിഡന്റിനെ സംബന്ധിച്ച് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ആളെന്ന നിലയിൽ തന്നെ നമുക്ക് അവർക്ക് വിപ്പ് കൊടുക്കാനായിട്ട് സാധിക്കും. ആ വിപ്പ് നൽകിയിട്ടുള്ളതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജിവെക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ, ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനായിട്ട് കോൺഗ്രസിൻ്റെ അംഗങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കും. എന്താണ് മറ്റത്തൂരിൽ സംഭവിച്ചതെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇത് കോൺഗ്രസിനകത്ത് തന്നെയുള്ള ഒരു പടലപ്പണക്കമാണോ ഇങ്ങനെ ഒരു
പറ്റാത്ത രീതിയിലേക്ക് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിൽ സംഭവിച്ചത്? അല്ല, അവിടെ ചില കാര്യങ്ങൾ സംഭവിച്ചു. ഇപ്പോൾ 2 വർഷങ്ങളായി CPM അധികാരത്തിലിരിക്കുന്ന ഒരു പഞ്ചായത്താണത്. അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ എന്നാൽ CPMന് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ഉണ്ടായി. 2 സ്വതന്ത്ര അംഗങ്ങൾ വിജയിച്ചു വന്നു. അത് നേരത്തെ അവർ കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്നിരുന്ന ആളുകളായിരുന്നു. ആ സ്വതന്ത്ര അംഗങ്ങളെ ചാക്കിലാക്കാനായിട്ടുള്ള ശ്രമം, പ്രത്യേകിച്ച് പണത്തിൻ്റെ സ്വാധീനം പോലും ഉപയോഗിച്ചുകൊണ്ട് അവരെ ചാക്കിലാക്കാനുള്ള ഒരു ശ്രമം CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ ഏത് വിധേനയും ഭരണം പിടിക്കുക എന്നുള്ള ഒരു ശ്രമം CPM അവിടെ നടത്തി. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് അവിടെ കോൺഗ്രസിൻ്റെ അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തി. കാരണം അവർ സ്വാഭാവികമായും നേരത്തെ കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് അവർ ആ സ്ഥാനാർത്ഥിക്ക് BJP അംഗങ്ങൾ വോട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ഇവിടെ ഞാൻ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം, നേരത്തെ ഉണ്ടായ പ്രചരണം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ അംഗങ്ങൾ BJPക്ക് വോട്ട് ചെയ്തു എന്ന നിലയിലായിരുന്നു. ഇവിടെ കോൺഗ്രസിൻ്റെ അംഗങ്ങളാരും BJPക്ക് വോട്ട് ചെയ്തിട്ടില്ല. ഇവിടെ ഉണ്ടായത് മറിച്ചാണ് ഉണ്ടായത്. അതായത് BJPയുടെ അംഗങ്ങൾ ഇങ്ങോട്ട് വോട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ കൈചിഹ്നത്തിൽ മത്സരിച്ച വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് BJP അംഗങ്ങൾ വോട്ട് ചെയ്തു. അപ്പോൾ അതുപോലും നമ്മൾ അംഗീകരിക്കുന്നില്ല. കാരണം BJPയുടെ പിന്തുണയോടുകൂടി കേരളത്തിലെ ഒരു പഞ്ചായത്തിൽ നല്ല ഒരു വാർഡിൽ പോലും കോൺഗ്രസ് പാർട്ടിക്ക് ഒരു മെമ്പറെയോ ഒരു വൈസ് പ്രസിഡന്റിനെയോ ഒരു പ്രസിഡന്റിനെയോ ആവശ്യമില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. അതുകൊണ്ടാണ് അവർ രാജിവെക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ നമ്മളാരും കോൺഗ്രസിൻ്റെ അംഗങ്ങളാരും BJPക്ക് വോട്ട് ചെയ്തിട്ടില്ല. മറിച്ച് BJPയുടെ അംഗങ്ങൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പിന്തുണയോട് കൂടിയിട്ട് അവരുടെ വോട്ടോടുകൂടി വിജയിച്ചിട്ടുള്ള ഒരു സ്ഥാനം കോൺഗ്രസ് പാർട്ടിയിൽ അംഗമായിട്ടുള്ള ആളുകൾക്ക് വേണ്ട. അതാണ് പാർട്ടിയുടെ നിലപാട്.